നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സിറ്റി വിജയവഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഏർലിംഗ് ഹാലൻഡ് ഗോൾ അടിച്ചിരിക്കുന്നു. പ്രീമിയർ ലീഗിലെ തൻ്റെ ആദ്യ ഗോൾ സാവിയോ കണ്ടെത്തിയിരിക്കുന്നു. സാവിയോയുടെ അസിസ്റ്റുമുണ്ട്. അങ്ങനെ ലെസ്റ്റർ സിറ്റി ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് പെപ് ഗാർഡിയോളയുടെ ടീം ഇതാ വിജയവഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ലെസ്റ്ററിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏർലിംഗ് ഹാലൻഡും സാവിയോയും ബെർണാഡോ സിൽവയും KDBയും ഫിൽഫോർഡനും ഒക്കെ ഒരുമിച്ചാണ് ആദ്യ 11-ൽ ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് JB വാർഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ലെസ്റ്റർ കളിക്കാൻ ഇറങ്ങിയത്. കളിയുടെ 21-ാമത്തെ മിനിറ്റിലാണ് സാവിയോയുടെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡ് എടുക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 74-ാമത്തെ മിനിറ്റിലാണ് സാവിയോയുടെ ക്രോസിൽ നിന്ന് ഏർലിംഗ് ഹാലൻഡിന്റെ ഗോൾ പിറക്കുന്നത്. അങ്ങനെ ഹാലൻഡ് കഴിഞ്ഞ കളിയിൽ പെനാൽറ്റിയൊക്കെ മിസ്സാക്കി വലിയ വിമർശനങ്ങൾക്ക് വിധേയനായിട്ട് നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ഇതാ മുക്തനാവുന്നു. അദ്ദേഹം ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ തൻ്റെ 14-ാമത്തെ ഗോളാണ് അടിച്ചിരിക്കുന്നത്. 2-0 സിറ്റി മുന്നിൽ. കളി അവസാനിക്കുമ്പോൾ അതേ മാർജിനിൽ വിജയിച്ചു കയറിയതോടെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് പട്ടികയിൽ 19 കളികളിൽ നിന്ന് 31 പോയിന്റുമായിട്ട് താൽക്കാലികമായിട്ടാണെങ്കിലും 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. പെപ്പിന്റെ ആരാധകർക്ക്, സിറ്റിയുടെ ആരാധകർക്ക് ഒരു ചെറിയ ആശ്വാസം ഇതാ ലഭിക്കുന്നു. സിറ്റി വിജയ വഴിയിലേക്ക് മടങ്ങിയെത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.